ഇന്ന് നമ്മൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാനിൽ 1 കപ്പ് പാൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. വേറൊരു പാനിൽ നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം 1/2 കപ്പ് റവ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന 1 കപ്പ് പാലുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അങ്ങ് കട്ടായിപ്പോൾ. അപ്പോൾ നമ്മൾ കുറേശ്ശെ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളത് ഇതുപോലെ ഒന്നിങ്ങനെ കുറുക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം, പക്ഷേ ടേസ്റ്റ് പാൽ യൂസ് ചെയ്യുന്ന സമയത്താണ്. ഇപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സ്മൂത്തായിട്ടുള്ള നല്ല ബോൾസ് ഉണ്ടാക്കിയെടുക്കാണ്ട് ക്രാക്കൊന്നും ഇല്ലാത്ത ബോൾസ് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1-2 സ്പൂൺ വെള്ളം അല്ലെങ്കിൽ പാലൊക്കെ ഒഴിച്ചിട്ടൊന്നിങ്ങനെ സോഫ്റ്റാക്കി കുഴച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് നല്ല കുഴയ്ക്കാനൊക്കെ ഭയങ്കര പാടാണെങ്കിൽ ഇത്തിരി കയ്യിൽ ഓയിലാക്കിയിട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാത്തിനും നല്ല സ്മൂത്തായിട്ട് കിട്ടി. നമ്മൾ നെയ്യൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത റവ ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു ബൗളിൽ 2 സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ റവ വറുത്തിട്ടുണ്ടായിരുന്ന ആ സെയിം പാനിൽ തന്നെ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മളിതിലേക്ക് കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ്ചർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഫ്ലെയിം അങ്ങ് കൂട്ടി വെക്കരുത്, കോൺഫ്ലവർ ചേർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ടയായിട്ട് പോകും. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് കുറുകില്ല, കാരണം നമ്മൾ 2 സ്പൂൺ കോൺഫ്ലവർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കായുടെ പൊടിയും അതുപോലെ തന്നെ ആൽമണ്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നട്ട്സ് വേണമെന്നൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കടിക്കാനായിട്ട് ചേർത്ത് കൊടുത്താണ്. ഇപ്പം നമ്മൾ പാലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്, പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി ആ സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതാ നമ്മൾ ആ ഒരു ബോൾസ് ഒന്നിങ്ങനെ പൊട്ടിപ്പോവാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 1 മിനിറ്റോളം ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മളെ ബോൾസൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതൊരു ട്രേയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോൾസും ആ വെള്ളം കൂടെ ഒന്നിങ്ങനെ കൂട്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ തണുപ്പിക്കാൻ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഇങ്ങനെ ഒരു കവർ ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഗുലാബ് ജാമുൻ രസങ്ങളൊക്കെ കഴിക്കുന്ന പോലെ ആ വെള്ളവും ബോൾസും കൂടെ ആയിട്ടാട്ടോ സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ സമയത്തും അതുപോലെ തന്നെ ചൂട് കാലത്തും ഒക്കെ കഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.